പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസയ്യന ലഹും ശൈത്താൻ അഅ്മാലഹും വഖല ലാ ഗാലിബ ലക്കും. ഇന്ന് ജനങ്ങളിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരും തന്നെയില്ല. തീർച്ചയായും ഞാൻ നിങ്ങളുടെ സംരക്ഷകനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് അവർക്ക് അവരുടെ ചെയ്തികൾ ഭംഗിയായി തോന്നിച്ച സന്ദർഭവും ഓർക്കുക. അങ്ങനെ രണ്ട് സംഘങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. തീർച്ചയായും നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായും ഞാൻ അള്ളാഹുവെ ഭയപ്പെടുന്നു. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനത്രേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിശാച് പിന്മാറിക്കളഞ്ഞു. അപ്പോൾ ഈ സത്യനിഷേധികളോട് പിശാച് ദുർബോധനം നടത്തി. നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. പത്രാസും പൗറും പത്രാസൊക്കെ കാട്ടിക്കൊണ്ട് തോന്നിപ്പിച്ചു കൊടുത്തു. പിന്നെ ഇവരെല്ലാം മദ്യം നല്ലവണ്ണം കഴിക്കുന്നവരാണല്ലോ ആരെയും ഖുറൈശികൾ, സത്യനിഷേധികൾ. അപ്പം അതുകൊണ്ട് ആ മദ്യത്തിൻ്റെ ലഹരിയിൽ ഇവർക്ക് ഞാൻ തന്നെ വലിയവനാണെന്ന് തോന്നുന്നില്ലേ. മദ്യപിച്ച ആൾ ഭയങ്കര വലിയ സംഭവമായിട്ട് നടക്കുന്നൊക്കെ കാണാറില്ല. മദ്യപിച്ച് മയക്കുമരുന്നൊക്കെ അടിമപ്പെട്ട ആൾക്കാർ ഞാൻ തന്നെ ഭയങ്കര സംഭവമാണ്, ഭയങ്കര ഇതായിട്ട് നടക്കുന്ന കാണാൻ നമ്മൾ സിനിമയിൽ കണ്ടിരുന്നു. ഒരു ഗാങ്സ്റ്റർ എന്ന സിനിമയാണെന്ന് തോന്നുന്നു. അതിലൊരു വില്ലന് ഭയങ്കര ഡയലോഗ് ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടേക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ ഞൊട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് എടുക്കുന്നുണ്ട്. അപ്പം അതിലൊരു പോലീസുകാരൻ പറഞ്ഞ് അത് പറയിപ്പിക്കുന്ന ഇവനല്ല, ഇവൻ കഴിക്കുന്ന സാധനം നല്ല സ്ട്രോങ് മയക്കുമരുന്നിൻ്റെ ആളാണ് ആ വ്യക്തി, ആ വില്ലൻ. മയക്കുമരുന്ന് വിതരണം ശൃംഖലയുടെ പ്രധാന കണ്ണിയുമൊക്കെയാണ്. ഏറ്റവും നല്ല മയക്കുമരുന്ന് ഏതാണെന്നൊക്കെ അറിയുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഏറ്റവും നല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, ഏറ്റവും കടുത്ത. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ വലിയ സംഭവമാണ്, രാജാവാന്ന് തോന്നിക്കും. ഈ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടവർക്ക് താൻ രാജാവാണ്, ഭൂമിയിലെ രാജാവാന്നൊക്കെ തോന്നിക്കും. അതുപോലെ സത്യവിശ്വാസികൾക്കും തോന്നിക്കും. അത് പിന്നെ മയക്കുമരുന്ന് കൊണ്ടല്ല, അവർക്ക് അള്ളാഹുൽ പരിപൂർണമായിട്ടും ബലമേൽപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയെല്ലാം എൻ്റേതാണ്, എൻ്റെ നാഥൻ്റേതാണ്, അപ്പം എൻ്റേതുമാണ് അല്ലേ. നമ്മുടെ ഇപ്പം ടാറ്റ എന്ന ടാറ്റയുടെ മകൻ, രത്തൻ ടാറ്റയുടെ മകനും അവന് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ എവിടെയും പോകാം, ഏത് കാറും എടുക്കാം. അവിടുത്തെ ഒരു മാനേജർ പോയിട്ട് ഒരു വ്യക്തി പോലും ശകാരിക്കില്ല. രത്തൻ ടാറ്റയുടെ മകനാണ്, ബഹുമാനിക്കണം. രത്തൻ ടാറ്റയെക്കാളും ചിലപ്പം ബഹുമാനിക്കും. കാരണം എന്തെങ്കിലും പരാതി ഈ മാനേജറെ പറ്റി എന്തെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ജോലി തീർക്കും. ഇപ്പോൾ എല്ലാവരും രത്തൻ ടാറ്റയെ ബഹുമാനിക്കുന്ന മാതിരി ഈ മകനെയും ബഹുമാനിക്കും. അതുപോലെ തന്നെ സർവശക്തനായ നാഥനെ നമ്മൾ അത്യധികം സ്നേഹിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയെല്ലാം നമുക്ക് കീഴൊതുങ്ങും. അപ്പം നമ്മൾ എവിടെ പോയാലും നമുക്ക് അള്ളാഹുവിൻ്റെ സഹായവും ഒക്കെ ഉണ്ടാവും. ഒരു വ്യക്തിയും നമ്മോട് എതിരാൻ വരില്ല. നമ്മുടെ ശക്തി അവർക്ക് കണ്ടറിയാൻ കഴിയും. അങ്ങനെ ഭൂമിയിലെ രാജാവായിട്ട് മാറാനും കഴിയും. സത്യവിശ്വാസി യഥാർത്ഥ നേരായ മാർഗത്തിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ ത്യാഗങ്ങൾ സഹിക്കുകയും ക്ഷമയും ഒക്കെ നേടേണ്ടതുണ്ട്. പല പ്രയാസങ്ങളിലൂടെ സന്നിഗ്ധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും കഴിയാത്തവരാണ് എളുപ്പ വഴിക്ക് മയക്കുമരുന്ന് കഴിച്ചിട്ടത് ചെയ്യുന്നത്. ഇതൊക്കെ ശരീരത്തിൽ അല്ലാതെ നിക്ഷേപിച്ച ഓരോ കരവിരുതുകളാണ്, ഓരോ സംഭവങ്ങളാണ്. നമ്മുടെ ബുദ്ധിയിലും മനസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങളോട് കൂടിയിട്ടാണിത് ചെയ്യുന്നത്. നമ്മുടെ ഫോണിലൊക്കെ ഓരോരോ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചില സന്ദർഭഘട്ടങ്ങളിലാണ് അത് പ്രയോഗിക്കപ്പെടുക അല്ലേ. ഇപ്പോൾ നമ്മുടെ ഫോണിൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് പലപ്പോഴും ഒരു വർഷത്തിലൊരിക്കലേ വരും. അപ്പോൾ അങ്ങനെ അപ്ഡേഷൻ്റെ അത് വന്നു കഴിഞ്ഞാൽ ഫോൺ അത് സ്വീകരിക്കുകയും അങ്ങനെ അത് അപ്ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ തനിയെ സ്വിച്ച് ഓഫായി തനിയെ ഓൺ ആവുകയൊക്കെ ചെയ്യും. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഉണ്ടായിരുന്ന ഫോണിൽ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഫോൺ. പല സംഭവങ്ങളും അതുപോലെ തന്നെ പല മെസ്സേജുകൾ വന്നാൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യും. പല OTP വന്നാൽ അത് അങ്ങനെ പലതും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇന്നലെ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. അതൊരു പുഷ്പ എന്നൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട്. പുഷ്പ 2 ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി പുഷ്പ 1 ഒന്ന് കാണണം. അപ്പോൾ അത് യൂട്യൂബിലില്ല. യൂട്യൂബിലൊന്നും ഉണ്ടായിരുന്നു, ഹിന്ദി റീമേക്ക് ഡബ്ബിങ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഹിന്ദിയും അറിയില്ല, തമിഴും അറിയില്ല. അപ്പം
പിന്നെ ഡബ്ബിങ് എഴുതിയത് ഹിന്ദിയിലാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് ഹിന്ദിയും വായിക്കാൻ അറിയുന്നല്ലാണ്ട് നമുക്ക് അതിൻ്റെ അർത്ഥം ശരിക്കും പിടുത്തം കിട്ടില്ല. അങ്ങനെ മറ്റൊരു ആപ്ലിക്കേഷൻ കയറ്റി ആ ഹിന്ദി മലയാളത്തിലേക്ക് ആക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ കയറ്റി ആ മലയാളത്തിൽ കുറച്ച് കണ്ടു. എന്നിട്ടൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അവിടുത്തെ ഹിന്ദി ഭാഷ നേരിട്ട് ഇങ്ങോട്ട് മലയാളത്തിൽ തർജ്ജമ ചെയ്യുകയാണ്. അപ്പം പിന്നെ പല പൊരുത്തക്കേട്, വ്യാകരണ പിശകുകളും. വ്യാകരണം തെറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവില്ലല്ലോ. കർഷകൻ നിലം ഉഴുതു എന്ന് പറഞ്ഞു, കർഷകനാൽ നിലം ഉഴുതപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ശരിക്കും വ്യക്തമാവില്ല. എന്ന് വ്യക്തമായിട്ട് വ്യാകരണം കൂടി കൃത്യമായാലേ നമുക്കൊരു കാര്യം മനസ്സിലാവുള്ളൂ അല്ലേ. രവി പാമ്പിനെ കൊന്നു, പാമ്പ് രവിയെ കൊന്നു, രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ അതുപോലെയൊക്കെ പല വ്യാകരണ പിശകും കൊണ്ടിട്ട് എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കത് കണ്ടേ പറ്റൂ. കാരണം പുഷ്പ 2 കാണണമെങ്കിൽ ഇത് കാണാതെ പോയിട്ട് കാര്യമില്ല. ടി വിയിൽ വരാറുണ്ട്, പക്ഷേ ടി വിയിൽ ഫുള്ള് പരസ്യവും ഒക്കെയാണ്. നമുക്ക് കാണാൻ ക്ഷമ കിട്ടില്ല. അത്രയും പരസ്യത്തിനിടയിൽ കൂടെ കാണാൻ കഴിയുകയുമില്ല. അങ്ങനെ പിന്നെ ഒരു മാർഗം എന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ പ്രൈം, ആമസോൺ, ഹോട്ട്സ്റ്റാർ എന്ന ആപ്ലിക്കേഷൻ കയറ്റുക, എന്നിട്ട് കാണാം. ഞാൻ അതിനോട് എതിർപ്പുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ കയറ്റുന്നത് എതിർപ്പാണ്. പിന്നെ അതൊരു കുത്തക മുതലാളിമാരുടെ ഇതാണല്ലോ. ഇല്ലുമിനാറ്റികളുടെ ഇതാണ് ഹോട്ട്സ്റ്റാർ, ആമസോൺ ഒക്കെ ഇല്ലുമിനാറ്റികളുടെയാണ്. അപ്പോൾ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നിർത്തികേട് കൊണ്ട് ഇത് കാണണമല്ലോ എന്ന് കരുതി കയറ്റി. അങ്ങനെ കയറ്റിയപ്പോൾ പൈസ കൊടുക്കണം. മാസത്തിൽ എത്ര 67, മിനിമം 67 കൊടുക്കണം, മാസം കൊടുക്കണം. പിന്നെ അതുമല്ലെങ്കിൽ 99 കൊടുത്തിട്ട് നമുക്ക് എന്താ ഡി വി ഡി എന്തോ പറഞ്ഞിട്ട് VCD അങ്ങനത്തെ പറഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്കറ്റോ കാണാം എന്നതുണ്ട്. 4 ദിവസത്തേക്കറ്റോ കാണാം എന്നുള്ളത്. അത് കയറ്റി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നേരെ ഗൂഗിൾ പേ ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പം നേരെ അത് ഗൂഗിൾ പേ അതിലേക്ക് പോയി പൈസ കൊടുത്തപ്പോൾ വർക്കായി. അപ്പോൾ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഇതിലുണ്ട്. സന്നിഗ്ധ ഘട്ടങ്ങളിൽ പ്രയോഗിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പിന്നെ നമ്മുടെ ഫോണിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തിലും ഇതുപോലത്തെ പല സംവിധാനങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അല്ലാഹുവിനെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് ഈ ഭൂമി സ്വന്തമാണെന്ന് തോന്നും. ഈ ഉള്ളവരങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ അല്ലാഹുവിനെ വളരെ എടുത്തു കഴിഞ്ഞാൽ ഭൂമിയെല്ലാം നമ്മുടേതാണ്. മറ്റുള്ളവർ സംസാരിക്കുകയാണെങ്കിൽ, 2 കൂട്ടം പറയുകയാണെങ്കിൽ അവർ എന്നെക്കുറിച്ചാണ് പറയുന്നത്, എന്നെക്കുറിച്ച് അടക്കം പറയാനും എന്നെ പുകഴ്ത്തി പറയാണ് എന്നൊക്കെ തോന്നാറുണ്ട്. അതൊരു ശാസ്ത്രം പറയുന്നത്, ഈ കപടശാസ്ത്രം പറയുന്നത്, ഇല്ലുമിനാറ്റി ശാസ്ത്രം പറയുന്നത് അതൊരു മാനസിക അസ്വസ്ഥതയാണ്, സ്കിസോഫ്രീനിയാണ്. പ്രവാചകൻ സ്കിസോഫ്രീനിയെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പണ്ട് എനിക്ക് ഈ മാനസിക അസുഖം വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ നിന്ന് പിന്നെ കുറച്ച് പേര് പിന്നെ സമരം ചെയ്യുന്നത് എനിക്ക് തോന്നുകയും ഷാനവാസ് വിജയിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് സമരം ചെയ്യുന്നത്, പ്രക്ഷോഭം നടത്തുന്നതുമായിട്ട് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ അലവലിയായിട്ട് ഇങ്ങനെ കേൾക്കുകയും ഞാൻ അങ്ങനെ സ്കൂളിലേക്ക് നടന്നു പോവുകയും ചെയ്തപ്പോൾ അവരെ ഒരു കുട്ടിയും ഒന്നും കണ്ടതുമില്ല. അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു ചിലപ്പോൾ പിശാചിൻ്റെ ഇതാണ്, പക്ഷെ എന്നാലും അത് കുറേയൊക്കെ മഹാഭൂരിപക്ഷം അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലാണ്. ശരീരത്തിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചുള്ള ഓരോ സൗകര്യങ്ങളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് സത്യനിഷേധികൾക്ക് പിന്നെ പിശാചിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്ത് തോന്നിക്കും, പിശാച് നിങ്ങൾ തന്നെ ഏറ്റവും വലിയവൻ തോന്നിക്കും. അതുപോലെ തന്നെ ദൈവത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവനും എന്ത് തോന്നിക്കും, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ എൻ്റെ രോമത്തിന് പോലും ക്ഷതമേൽപ്പിക്കാൻ കഴിയുമെന്ന് തോന്നിക്കുക. അതാണ് യഥാർത്ഥത്. വിശ്വാസികളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതാണ് യഥാർത്ഥ സത്യം. മറ്റുള്ള പ്രതിനിഷേധികളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് പരിപൂർണ കള്ളമാണ്. അത് ശേഷം വിടുന്ന സൂത്രത്തിൽ നമുക്ക് മനസ്സിലാവും. തീർച്ചയായും നിങ്ങൾ തോൽപ്പിക്കാൻ ആരും തന്നെയില്ല. തീർച്ചയായും ഞാൻ നിങ്ങളുടെ സംരക്ഷകനായിരിക്കുമെന്ന് പിശാച് അവരുടെ ചെയ്തികൾ ഭംഗിയായി തോന്നിച്ച സന്ദർഭവും ഓർക്കുക. അങ്ങനെ 2 സംഘങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. തീർച്ചയായും നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട് എന്നും പറഞ്ഞ് പിശാച് പിന്മാറിക്കളഞ്ഞു. അള്ളാഹു ഞാൻ ഭയപ്പെടുന്നു, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനത്ര എന്നും പറഞ്ഞുകൊണ്ട് പിശാച് പിന്മാറിക്കളഞ്ഞു. അതാണ് പിശാചിനെ
പരിമേൽപ്പിച്ചുള്ള കുഴപ്പം. അത് നമ്മൾ തോന്നിപ്പിക്കും, വളരെ വഞ്ചനാത്മകമായ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകും, എന്നിട്ട് അവൻ ചെയ്യും, അവനെ നമ്മൾ ഉപേക്ഷിച്ച് കളയും. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പിതാവിന് ഒരുപാട് മക്കളുണ്ട്. അദ്ദേഹത്തിനോട് ഭയങ്കര വിദ്വേഷമാണ് ആ പിതാവിന്. കാരണം അദ്ദേഹം കുറച്ച് പഠിപ്പുമുണ്ട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റു മക്കളൊക്കെ പഠിപ്പ് കുറവാണ്. ആ മക്കളുടെ കല്യാണ മന്ത്രം കേട്ടിട്ട്, ഊഹാഭാവങ്ങൾ കേട്ടിട്ട് ഈ പിതാവിന് ഈ വ്യക്തിയോട്, നല്ല പഠിപ്പുള്ള വ്യക്തിയോട് ഒരു വിദ്വേഷം വരികയും അങ്ങനെ ഇല്ലാത്ത കള്ളങ്ങൾ ഈ വ്യക്തിയുടെ പേരിൽ പറയുകയും ചെയ്തു. അങ്ങനെ ഈ വ്യക്തി ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കമ്പനി, പല സ്ക്വാഷുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ സ്ക്വാഷുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ആ പഠനത്തിന് വേണ്ടി ഡൽഹിയിലേക്ക് പോവുകയൊക്കെ ചെയ്തു. പിതാവിനൊരു സമ്മതം വാങ്ങി പോവുകയും ചോദിച്ചു. അങ്ങനെ പിതാവ് പറഞ്ഞു, പോയിക്കോ, എനിക്ക് പൈസ വേണമെന്നപ്പോൾ പൈസ ഞാൻ അവിടെ എത്തിയിട്ട് അയച്ചു തരാം, ഇവിടുന്ന് അയച്ചു തന്നാൽ ട്രെയിനിലൊക്കെ കള്ളന്മാരുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി കമ്പി അടിച്ച് ഫോൺ ചെയ്തു. അപ്പോൾ മൂപ്പിനകത്ത് പറഞ്ഞു, എൻ്റെ ഇഷ്ടത്തിന് നീ പഠിക്കാൻ പോകുന്നത്, നീ എന്നെ പൈസ ഉണ്ടാക്കിക്കുമെന്നും പറഞ്ഞു. അപ്പം സ്ഥലം അറിയില്ല, പേരറിയില്ല, അങ്ങനത്തെ രാജ്യത്തിലെ ഭാഷ അറിയാത്ത രാജ്യത്ത് പോയിട്ട് അവിടെ കഷ്ടപ്പെട്ടു പോയി. അങ്ങനെ തൻ്റെ ഉമ്മയുടെ വീട്ടിൽ ഫോണില്ല, കമ്പി അടിച്ചു. അങ്ങനെ ഉമ്മ എങ്ങനെയൊക്കെയോ വളയും മാലയൊക്കെ വിറ്റിട്ട് പൈസ അയച്ചു കൊടുത്തു. അപ്പോൾ അതാണ്. അപ്പം പിതാവ് ആദ്യം എന്ത് പറഞ്ഞു, അവിടുത്തെ നല്ല സ്നേഹാത്മകമായിട്ടുള്ള വർത്തമാനം പറഞ്ഞു. എന്താണ്, ട്രെയിനിലിപ്പോൾ നീ പഠിക്കാൻ പോയിക്കോ, ട്രെയിനിലിപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ ട്രെയിനിൽ കള്ളന്മാരുണ്ട്. അപ്പോൾ എന്താ വിചാരിക്കും, എൻ്റെ ജീവനിൽ ഭയമുള്ള എൻ്റെ പിതാവാണ് എന്ന് വളരെ ആ പിതാവിനോട് ബഹുമാനമൊക്കെ വർദ്ധിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോൾ 8 നിലയിൽ ഉപേക്ഷിച്ചു അല്ലേ. ഒരു 5 പൈസേൻ്റെ വിലക്ക് ഒരു കരിവേപ്പില പോലെ അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞു. ഇതുപോലെ തന്നെ ശപിക്കപ്പെട്ട പിശാച് ചെയ്യുക. നമ്മൾ മദ്യത്തിന് മയക്കുമരുന്നൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിശാച് തോന്നിപ്പിക്കുന്നു, എന്നെ വലിയ സംഭവം എന്നൊക്കെ പറയും. അവസാനം പിടിച്ചു കഴിഞ്ഞാൽ ഒന്നിനും പറ്റാത്ത വളരെ വളരെ മോശം 8 നിലയിൽ നിന്നും താഴോട്ട് വീഴുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. പല ആൾക്കാരും പല സംഭവമായി നടക്കുന്ന ആൾക്കാർ, ഒന്നിനും പറ്റാത്ത ആൾക്കാരെ മാറുന്ന കണ്ടില്ല. ഇപ്പം നമുക്കറിയാം, സിദ്ദിഖ് എന്ന നടൻ, അതേ സിനിമാ മേഖലയിൽ ഭയങ്കര സംഭവമൊക്കെ ആയി നടന്നു. ഇപ്പോൾ അവസാനം മദ്യവും മദ്യരാശികളും ഒക്കെ കൂടെ ഉണ്ട്, മയക്കുമരുന്നൊക്കെ കൂടെ ഉണ്ട്. പക്ഷേ പിടിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു തവണ പിടി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന് സഹായികൾ പോയി. ഇപ്പോൾ സിനിമകൾ വരെ ഇല്ല. കാരണം അദ്ദേഹത്തെ വെച്ച് സിനിമ എടുത്ത സിനിമ ഓടില്ല. കാരണം അങ്ങനെ ഇത്രയും പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് ഒരുത്തന്നെ സിനിമ ആരും കാണും. ഇപ്പോൾ ദിലീപിൻ്റെ സിനിമ തന്നെ ഓടാത്ത എന്തുകൊണ്ടാണ്? ദിലീപിൻ്റെ സിനിമ ഏറ്റവും കൂടുതൽ ഓടിയ സിനിമകളായിരുന്നു. എന്താ, CID മൂസ, മീശ മാധവൻ, സല്ലാപം, ഇതൊക്കെ ഒരുപാട് ഓടിയ സിനിമയായിരുന്നു. പിന്നെ അത് ദിലീപിൻ്റെ ഈ പീഡനം കേട്ടതോടുകൂടി ഒരു സിനിമയും ഓടുന്നില്ല. കേശു, ഈ വീടിൻ്റെ നാഥന സിനിമ ഒന്നും തീരെ ഓടിയില്ല. നല്ല തമാശയൊക്കെ ഉണ്ട്, അത് പക്ഷെ ഓടിയില്ല. കാരണം എന്താണ്, ഇവന് പെണ്ണിനെ പീഡിപ്പിച്ച വ്യക്തിയാണ് എന്ന് കരുതി ആരും സിനിമ പോവാറില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സിനിമയും എടുക്കാറില്ല. എല്ലാം പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ ഒരു സഹായം കിട്ടില്ല. നമ്മൾ അള്ളാഹുവിനല്ലാതെ മറ്റ് ചെകുത്താനെ ബലമേൽപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം നമുക്ക് അവന് വലിയ വ്യാമോഹം നൽകുന്നിട്ട് അവസാനം 8 നിലയിൽ ഉപേക്ഷിച്ച് കളയും. അതേസമയം സത്യവിശ്വാസിക്ക് ഇങ്ങനെ ദുരന്തം ഒരിക്കലും നമ്മൾ കാണില്ല. പക്ഷെ അവന് വളരെ പതുക്കെ ഉയർച്ച ഉണ്ടാവുള്ളൂ. ഒറ്റയടിക്കൊന്നും വലിയൊരു നിലയിലെത്തില്ല. പക്ഷെ ഒരിക്കലും 8 നിലയിൽ നിന്ന് പൊട്ടുന്ന ഇതും കൂടി ഈ സത്യവിശ്വാസിക്ക് ഉണ്ടാവില്ല. അവൻ എപ്പോഴും സഹായിക്കാനും താങ്ങാനും എപ്പോഴും ആൾക്കാരുണ്ട്. ലോകം മുഴുവൻ തള്ളി പറഞ്ഞാലും അവനെ സഹായിക്കാൻ ഒരു പറ്റം വിശ്വാസികൾ എപ്പോഴും ഉണ്ടാവും. അവന് സമാധാനമായ ജീവിതം ലഭിക്കും. അങ്ങനെ സമാധാനം, സംശുദ്ധമായ ജീവിതം ലഭിക്കുന്ന ഭാഗ്യമായി അള്ളാഹു നമ്മൾ പെട്ടുമാറാകട്ടെ. ആമീൻ.